ഹലോ ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണനാണേ. നാമക്കൽ ദണ്ഡിഗൽ ഹൈവേയിലുള്ള അടയാർ ആനന്ദ ഭവൻ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് അടയാർ ആനന്ദ ഭവനിൽ നിന്ന് കഴിക്കുന്നത്. ഒന്ന് കോയമ്പത്തൂർ പോയപ്പോൾ കഴിച്ചതാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല സ്പേസ് ഉണ്ട്, നല്ല ആംബിയൻസ് ഉണ്ട്. ഉച്ച ആയതിനാൽ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് ഊണിൻ്റെ ആ ഒരു തിരക്കിലാണ് അവിടുത്തെ ജോലിക്കാരെല്ലാവരും. അപ്പോൾ ഞാനൊരു ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടുത്തെ ഒരു താലി മീൽസാണ് പറഞ്ഞത്. താലി മീൽസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ അവരൊരു പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കറികളുണ്ട്. പരിപ്പ്, അപ്പളം, സാമ്പാർ, തൈര്, ചമ്മന്തി, തോരൻ, രസം, ഒരു കൂട്ടുണ്ട്, പിന്നെ കൂട്ടുകറിയുണ്ട്, പിന്നെ ചപ്പാത്തിയുണ്ട്. നല്ലൊരു വാഴയിലയിലാണ് അവർ സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ചപ്പാത്തി തന്നെ കഴിച്ചു. ചപ്പാത്തിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു കറി തന്നെ അതിൽ വച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കറിയായിരുന്നാലും ചപ്പാത്തി നല്ല സോഫ്റ്റായിരുന്നു. അപ്പോഴത്തേക്ക് റൈസ് വന്നു. തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വൈറ്റ് റൈസാണുള്ളത്. ഇത് പരിപ്പാണ് കേട്ടോ. അതായത് കീര ഇല ഇട്ടിട്ടുള്ള പരിപ്പാണ്. അതിൽ ചന്നയെല്ലാം കിടപ്പുണ്ട്. വൈറ്റ് റൈസും പരിപ്പും അപ്പളവും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കഴിച്ച കേട്ടോ. നമ്മൾ സാധാരണ കഴിക്കുന്ന ആ ഒരു പരിപ്പിൻ്റെ ടേസ്റ്റ് അല്ല, ഒരു തമിഴ്നാട് സ്റ്റൈൽ പരിപ്പ് എന്ന് വേണം പറയാൻ. നല്ല രുചിയുണ്ടായിരുന്നു. പിന്നെ കട്ടച്ചമ്മന്തി ഉണ്ടായിരുന്നു. കട്ടച്ചമ്മന്തിയും പരിപ്പിനും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചു. അടാറ് ആയിരുന്നു കേട്ടോ. ചമ്മന്തിയൊക്കെ വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ സാമ്പാർ, അതായത് നമ്മുടെ സ്പെഷ്യൽ സാമ്പാറാണ്. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ സാമ്പാർ പ്രത്യേകം എടുത്ത് പറയേണ്ട ടേസ്റ്റ് ആയിരിക്കും എന്നെനിക്കറിയാം. എങ്കിലും അടയാർ ആനന്ദ പോലെ സാമ്പാർ എങ്ങനെയുണ്ടെന്ന് കഴിച്ചപ്പോഴേ വേറൊരു ലെവലായിരുന്നു. ഊണിൻ്റെ കൂടെ ഒരുപാട് കറികൾ അവർ വിളമ്പിയിട്ടുണ്ട്. എല്ലാ കറിയും നല്ല രുചിയായിരുന്നു. സാധാരണ നമ്മളെ വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ ഊണിൻ്റെ കൂടെ കിട്ടുന്ന ഒരു മത്തങ്ങ കൂട്ടുണ്ട് കേട്ടോ, അതുകൂടെ ഉണ്ടായിരുന്നു. അത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. നല്ല മധുരമുള്ളൊരു കറിയായിരുന്നു. പിന്നെ വൈറ്റ് റൈസിൻ്റെ കൂടെ എപ്പോഴും ഒരു കോമ്പിനേഷൻ സാമ്പാറിന് പുറമെ തൈരും രസമാണ്. അത് രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കട്ടച്ചമ്മന്തിയും കൂടെ ചേർത്ത് കഴിച്ചു കേട്ടോ. ആ ഒരു രസമൊക്കെ വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ആ തൈരിനൂടെ കഴിച്ചപ്പോൾ ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. അവസാനം നല്ലൊരു പാൽപ്പായസം കൂടെ കുടിച്ചു. ചെറു ചൂടുണ്ടായിരുന്നു, നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ സ്വീറ്റ്സിൻ്റെ ഭാഗത്തോട്ട് പോയി. സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കടൽ പോലെ ഇരിപ്പുണ്ട്. അടയാർ ആനന്ദ ഭവനിലെ സ്വീറ്റ്സ് വളരെ ഫേമസ് ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡും കേട്ടോ. എല്ലാം അവരുടെ ഓൺ പ്രോഡക്റ്റുകളാണ് അവർ ഈ ഷെൽഫിലെല്ലാം വച്ചിട്ടുള്ളത്. മിക്കവാറും നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ഹോട്ടലാണെങ്കിൽ ആ ഒരു ഹോട്ടലിൽ തന്നെ അവർ സ്വീറ്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വയ്ക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചിട്ട് വരുന്നവർ മധുരം കഴിക്കണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാറുണ്ട്. സാധാരണ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് കുറച്ച് മധുരം കഴിക്കാറുണ്ടല്ലോ. അപ്പം ആ ഒരു ബിസിനസ് ട്രിക്കാണ് നമ്മുടെ വെജിറ്റേറിയൻ ഹോട്ടലുകളിലെല്ലാം കൂടുതൽ ആൾക്കാരും ഇങ്ങനെ സ്വീറ്റ്സും കുക്കീസും മറ്റ് ബേക്കറി പലഹാരങ്ങളൊക്കെ വച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ ഓൺ പ്രോഡക്റ്റ് ആകുമ്പോൾ കസ്റ്റമേഴ്സ് അത് വാങ്ങിക്കുകയും ചെയ്യും. നിങ്ങൾ തമിഴ്നാട്ടിലോട്ടൊക്കെ പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. A to B അടയാർ ആനന്ദ ഭവനിലെ ഫുഡ്. സ്വീറ്റ്സൊക്കെ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കണ്ടേ. അതുകൊണ്ട് ഞാനൊരു 500 ഗ്രാം സ്വീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. 380 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അമ്പാടിക്ക് ഈ ഒരു മൈസൂർ പാക്ക് വലിയ ഇഷ്ടപ്പെട്ടൊരു സ്വീറ്റ്സാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വാങ്ങിക്കാമെന്ന് കരുതിയത്. അവന് തന്നെ ആദ്യം കൊടുത്തു. അവന് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. മൈസൂർ പാക്ക് എന്ന് പറഞ്ഞാൽ നെയ്യ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മൈസൂർ പാക്കാണ്. അതുകൊണ്ട് അതിൻ്റേതായ നല്ല സോഫ്റ്റും ഉണ്ട്. അത്യാവശ്യം വലിയ ഒരു പീസാണ് കേട്ടോ. അപ്പോൾ ശിവാനി ഇങ്ങനെ അടുത്ത് നിന്നു. ശിവാനിക്കും കുറച്ച് കൊടുത്തു. ശിവാനിക്കും സ്വീറ്റ്സ് ഇഷ്ടമാണ്. അപ്പം ഞാൻ അധികം സ്വീറ്റ്സ് കഴിക്കാറില്ല. എങ്കിലും നമ്മളൊരു കൺട്രോൾ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ കഴിക്കുക ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഈ ഒരു മൈസൂർ പാക്ക് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയല്ലേ കഴിക്കാൻ പറ്റാതിരിക്കുക. ഇത് രസമലായി സ്വീറ്റ്സാണ് കേട്ടോ. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു സ്വീറ്റ്സാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് പണ്ട് മുതലേ ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് ഈ ഒരു ജിലേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നിങ്ങൾ A to Bയിൽ ഫുഡും സ്വീറ്റ്സും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.